നമ്മൾ തൊടുപുഴയ്ക്ക് അടുത്ത് ചിലവെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇത് ചിലവ് പള്ളിയാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുതിയ പാറക്കെട്ടുകളും മരക്കെട്ടുകളും വനങ്ങളും ഒക്കെ തേടിയുള്ള യാത്രയ്ക്കിടയിൽ അപ്പോൾ ഇത് അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഇങ്ങനൊരു വഴിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വഴികൾ തേടി പോയപ്പോഴാണ് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, അതെന്താ സംഭവം, തോട് പോലെ. അപ്പോൾ നമ്മുടെ ഫുഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാം എന്നോർത്തിട്ട് അപ്പോൾ പോയി നോക്കാം കേട്ടോ. എതിൽ ഇറങ്ങുന്നതെന്ന് അറിയില്ല, അതിലേ ആയിരിക്കണം നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് പോവുക. പള്ളിയിൽ അത് കഴിഞ്ഞിട്ട് കയറാം, കാരണം മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോക്ക് നടക്കില്ല. അപ്പം അപ്പൊ ഈ വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇതേ കണ്ടോ, ഈ തോട്ടത്തിൽ കൂടെ നല്ല തണുപ്പ്. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ മൂടലുണ്ട് കേട്ടോ. ഒരു 4-4:30 ആവാറായി. പക്ഷെ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഓ എന്തൊരാശ്വാസം. ഇത് പറ്റിലുള്ള സ്വന്തം എന്തൊരാശ്വാസമായി എന്നറിയാം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ. ഇത് തോട്ടമാണ് കേട്ടോ, റബ്ബർ തോട്ടം. പിന്നെ ഇത് കണ്ടോ, ജാതി നല്ല അടിപൊളിയായിട്ട് ജാതി നിൽക്കുമോ. കിണറാണ് കേട്ടോ, അതേ കണ്ടോ, ഇതിന് വീഴുണ്ട്. അടിപൊളിയാണ്. മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഷീറ്റാക്കാതെ പാൽ ഇങ്ങനെ എടുത്ത് അതിനകത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ജാറുകളൊക്കെ ഉണ്ട്. എന്താന്ന് പറയുന്ന വീപ്പകളുണ്ട്. ഇതാണ് തോട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ദീർഘവീക്ഷണം നടത്തണം. ഈ റബ്ബറിന്മേലിൽ കൂടെ ഒരു അപ്പൂപ്പൻ പുഴു ഇല്ലേ, ആ സാധനം ഉണ്ടോന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഉണ്ടെങ്കിൽ എനിക്ക് പരിസരത്തേക്ക് പോകാൻ പേടിയാണ്. സാധാരണ റബ്ബർ തോട്ടങ്ങളിൽ അത് കാണുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. കുഞ്ഞൊരു തോട്, പക്ഷെ നല്ലൊരു സമാധാനം. നല്ല തണുപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ കണ്ടുള്ളൂ. ജസ്റ്റ് ഇപ്പൊ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ കണ്ടുള്ളൂ. ഇവിടെ ഇരിക്കാം. നമ്മുടെ ഒരു ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വീട്ടിലായിപ്പോയി. കഴുകിയിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇങ്ങനെയൊരു സംഭവം നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളിത് ഒരു ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. വെള്ളമുണ്ട്. കൈ ഈ തോട്ടിൽ ഒരു പ്ലേറ്റ് വണ്ടിയിൽ എങ്ങനെ കിടന്നതാണ്, മുഴുവൻ ചട്ടിച്ചെളിഞ്ഞു. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പാടല്ലേ. അപ്പോൾ ഇതെടുത്തു കൈ ഒന്ന് കഴിയട്ടെ. അപ്പൊ തോട്ടിലെ വെള്ളത്തിൽ കൈ കഴുകി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. പാറപ്പുറത്ത് ഇരുന്ന് കഴിക്കുന്ന അത്ര ഈസി അല്ല. കാരണം ഇവിടെ കറക്റ്റ് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസ് ഇല്ല. അപ്പൊ നമ്മള് തോട്ടില് വെള്ളത്തിൽ കൈ കഴുകി ഈ തോട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇപ്പൊ സലാഡുണ്ട്, അച്ചാറ് പിന്നെ നാരങ്ങ അച്ചാറാണല്ലോ. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്.
2 കഷ്ണം അത്യാവശ്യം മുഴുത്ത കഷ്ണം കേട്ടോ. അതെ, അടിപൊളിയാ. നല്ല ആംബിയൻസ്, തോട്ടത്തിൻ്റെ നടുക്ക് വെയിലുമില്ല, തോടിൻ്റെ സൈഡിൽ ഇരുന്ന് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഫീലിങ്സ് എന്നറിയോ, അടിപൊളി. അപ്പം ഇനി കഴിച്ചിട്ട് പിന്നെ ബാക്കി വിശേഷം. ഒരു കഷ്ണം കൂടെ ഉണ്ട്, 3 പീസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. നമ്മൾ അല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് വേസ്റ്റ് ആണെങ്കിലും നമ്മളതൊരു കവറിൽ കെട്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും അങ്ങനെ കളയാമുള്ളൂ കേട്ടോ. ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പരിസ്ഥിതി മലിനീകരമാക്കരുത്. അത്ര സുന്ദരമാണ് നമ്മുടെ പരിസരം എന്ന് പറയുന്നത്, പ്രകൃതി അത്ര സുന്ദരമാണ്. അപ്പം ഇത് നമ്മൾ വീട്ടിൽ കൊണ്ട് കളയുള്ളൂ, ഇവിടെ ഇടുന്നില്ല. പ്രൈവറ്റ് തോട്ടം ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാൾ 2 ആൾ 10 ആൾ 100 ആൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സ്ഥലങ്ങൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയാലും അവിടെ എല്ലാം വൃത്തിയാക്കാൻ നമ്മളെ കൊണ്ട് തന്നെ പറ്റും. ഇനി കൈ കഴുകട്ടെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പോവുകയാണ് കേട്ടോ. ഇനി പള്ളിയുടെ അവിടെ ഒന്ന് കയറണം. നമ്മൾ ഈ കള്ളൊക്കെ എടുക്കുന്ന ചെത്തുന്ന പനിയില്ലേ, ആ പനിയാണ് കേട്ടോ അത്. നല്ല രസം വരുന്നത്, നല്ല രസമില്ലേ പന കാണാൻ. അപ്പോൾ ഇത് ചെലവ് പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയും ഇതിൻ്റെ ചുറ്റുപാടും കാണാൻ നല്ല രസമാണ്. എൻ്റെ ബാഗിൽ ഇത് കണ്ടോ,
തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിൽ ഏഴുമുട്ടം എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഏഴുമുട്ടം അവിടെ കണ്ടു കൊക്കുകൾ, നിറച്ചും കൊക്കുകൾ.